നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരു പ്രവൃത്തി ദിവസം മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 6 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് പത്രിക സമർപ്പിക്കാനായി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. ചൊവ്വാഴ്ചയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. കൂടാതെ വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതിയും നാളെയാണ്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുള്ള കാവുതീണ്ടൽ സമയത്തെ തിരക്കിൽപ്പെട്ട് കോമരമായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഊരകത്തു നിന്നും എത്തിയ കോമരക്കൂട്ടത്തിൽപ്പെട്ട ഊരകം സ്വദേശി രാധ എന്ന 67 വയസ്സുള്ള വീട്ടമ്മയാണ് മരണമടഞ്ഞത്. പിന്നിട്ട് 10 വർഷം മുൻപുള്ള UDF-ന്റെ ഇരുണ്ട കാലം തിരിച്ചുവരാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കോൺഗ്രസ് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയെന്നും PK ബിജു. ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഇറിഗേഷൻ വകുപ്പിലെ വനിതാ ഓവർസിയർക്ക് ദാരുണാന്ത്യം. പൊയ്യ പൂപ്പത്തി ഏലൂർ സ്വദേശിനിയായ KG ശ്രീവിദ്യയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുള്ള കാവുതീണ്ടൽ സമയത്തെ തിരക്കിൽപ്പെട്ട് കോമരമായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഊരകത്ത് നിന്നും എത്തിയ കോമരക്കൂട്ടത്തിൽപ്പെട്ട ഊരകം സ്വദേശി രാധ എന്ന 67 വയസ്സുള്ള വീട്ടമ്മയാണ് മരണമടഞ്ഞത്. ക്ഷേത്രപാലകന്റെ കോവിലിനും മണിക്കിണറിനും സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഉടനെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിയമ നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ 98 വയസ്സ് അന്തരിച്ചു. ഇന്നലെ രാവിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ക്ഷേത്രത്തിലെത്തിയ വലിയ തമ്പുരാന് ഉച്ചയോടെ ദേഹാസ്വസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഉച്ചതിരിഞ്ഞ് മരണമടയുകയായിരുന്നു. വലിയ തമ്പുരാൻ അനുമതി നൽകേണ്ടിയിരുന്ന കാവുതീണ്ടൽ ഇളയ തമ്പുരാൻ ഗോദവർമ്മ തമ്പുരാനാണ് അനുമതി നൽകിയത്. പിന്നിട്ട് 10 വർഷം മുൻപുള്ള UDF-ന്റെ ഇരുണ്ട കാലം തിരിച്ചുവരാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. മാളയിൽ LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് കോൺഗ്രസ് ഒരു കാലത്ത് കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. എവിടെയാണ് കോൺഗ്രസിന് അടിമറുകയും അധികാരം എന്ന അപകർഷണത്തിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് ഇന്ത്യയിലെ മനുഷ്യരെ കോൺഗ്രസ് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസിന്റെ തകർച്ച ആരംഭിച്ചു. ഇന്ന് കോൺഗ്രസിന്റെ ഭരണം അവശേഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അവിടെയും അധികകാലം കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയാത്ത വിധം അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടികൾ ഓരോ ദിവസവും വാർത്തകളിൽ നിറയുകയാണ്. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJP-യുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടാണ്. കോൺഗ്രസ് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയെന്നും PK ബിജു വിമർശിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായി CC വിപിൻ ചന്ദ്രൻ, M രാജേഷ്, MR അപ്പുക്കുട്ടൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ഓഫീസിൽ കയറി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കട്ടുകൊണ്ടുപോയി എന്നുള്ള തലത്തിൽ ആക്കി തീർത്ത് അതിനെ വലിയ സമരാഭാസങ്ങൾ നടത്തുവാനുള്ളൊരു മേളയായി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇവിടുത്തെ DYFI-യും CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ നടത്തിയത്. അവിടെ ഒരു പട്ടികജാതിക്കാരിയായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുമാതിരി തന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പറുണ്ട് അവിടെ, ഫാത്തിമ
നിസാറ്. അവര് നോമ്പ് പിടിച്ച് അവശതയായിരിക്കുന്ന ആ സഹോദരി അവര് പറഞ്ഞു, നിങ്ങൾ എന്ത് മര്യാദ കാണിക്കുന്നത്? ഇവിടെ സ്ത്രീകളാണ് ഇരിക്കുന്നത്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങളുടെ വായൽ നാക്ക് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതിന് ആക്രോശിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ ദേഹത്തേക്ക് കയറി ചെന്ന് ബഹളമുണ്ടാക്കി, അവരെ അവശതയാക്കി. അവർക്ക് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PK നൌഷാദ് വാളൂർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം സെക്രട്ടറി നിസാർ പുത്തഞ്ചിറ, MH ഫൈസൽ, ഹനീഫ ഹാജി, സിറാജ്, സൈന റഫീഖ്, സുഭാഷിണി രാജീവ്, VK സൈദു മുഹമ്മദ്, AA അഷ്റഫ്, MK അഷ്റഫ്, ആൽബിൻ പ്ലാക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ നിസാർ എന്നിവർ സംസാരിച്ചു. COA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. മാളയിൽ COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ പതാക ഉയർത്തി. COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P ആന്റണി, COA മാള മേഖലാ സെക്രട്ടറി CP പ്രദീപ്, മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലാണ് സമ്മേളനം. കേബിൾ TV മേഖലയിലെ സമഗ്രമായിട്ടുള്ളൊരു മാറ്റവും അതിനോടൊപ്പം തന്നെ ഈ മേഖലയ്ക്കകത്ത് വളർച്ചയും പരമാവധി വളർച്ചയും ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മളത്രമാത്രം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റവും വെല്ലുവിളികളും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിനകത്ത് നമ്മളെക്കാൾ വളരെ സാങ്കേതികപരമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടെല്ലാം ജനങ്ങളെ വശീകരിക്കാൻ സാധിക്കുന്ന കൂട്ടരാണ് കോർപ്പറേറ്റുകളെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര നന്മ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ പൊതു ആരോഗ്യം, ഹൃദയാരോഗ്യം, ത്വക്ക്, ഗർഭാശയം, ചെവി, കണ്ണ്, എല്ല് എന്നീ വിഭാഗങ്ങളിലായിരുന്നു പരിശോധന. VN നദീർ അധ്യക്ഷനായ ക്യാമ്പ് ഇക്ബാൽ സാഹിനി ഉദ്ഘാടനം ചെയ്തു. ഈ നന്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ മഹത്തായ സംരംഭം നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. VS അരുൺ രാജ്, ഫാദർ ജോബിൻ, സിനു, വിജി മഠത്തിൽ, റസാഖ് എന്നിവർ സംസാരിച്ചു. പൈങ്ങോട് NSS കരയോഗം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി. ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഇറിഗേഷൻ വകുപ്പിലെ വനിതാ ഓവർസിയർക്ക് ദാരുണാന്ത്യം. പൊയ്യ പൂപ്പത്തി ഏലൂർ സ്വദേശിനിയായ KG ശ്രീവിദ്യയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ ദേശീയപാതയിലെ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം നടന്നത്. അങ്കമാലിയിൽ നിന്ന് കറുകുറ്റി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും അതേ ദിശയിൽ പോയ ലോറിയും തമ്മിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറിഞ്ഞ് ശ്രീവിദ്യ ലോറിയുടെ അടിയിലേക്ക് വീണു. തുടർന്ന് ലോറി കയറിയതോടെ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ശ്രീവിദ്യയെ ഉടൻ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചുള്ള കാവുതീണ്ടൽ സമയത്തെ തിരക്കിൽപ്പെട്ട് കോമരമായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഊരകത്തു നിന്നും എത്തിയ കോമരക്കൂട്ടത്തിൽപ്പെട്ട ഊരകം സ്വദേശി രാധ എന്ന 67 വയസ്സുള്ള വീട്ടമ്മയാണ് മരണമടഞ്ഞത്. പിന്നിട്ട് 10 വർഷം മുൻപുള്ള UDFന്റെ ഇരുണ്ട കാലം തിരിച്ചുവരാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കോൺഗ്രസ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയെന്നും PK ബിജു. ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഇറിഗേഷൻ വകുപ്പിലെ വനിതാ ഓവർസിയർക്ക് ദാരുണാന്ത്യം. പൊയ്യ പൂപ്പത്തി ഏലൂർ സ്വദേശിനിയായ KG ശ്രീവിദ്യയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.